ഈ കൽപേഷ് എന്നുള്ള പേര് അത് പലയിടത്തും പരാമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല. ശരിക്കും ഇങ്ങനെ ഒരു വ്യക്തി, ഇത് ആരാണ് സിജോ? ഇയാൾക്ക് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം? ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇയാളുടെ ഇടപെടൽ ഏത് രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇയാൾ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ടോ? അന്വേഷണ സംഘത്തിന്റെ കൽപേഷിന്റെ കാര്യത്തിൽ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ SIT നമ്മളോട് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഈ ആദ്യഘട്ടം മുതൽ നമുക്ക് ലഭ്യമാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ കൽപേഷ് എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്താണ്. ഈ കൽപേഷിന്റെ കയ്യിൽ ഈ സ്വർണം, ബാക്കി വന്ന സ്വർണം ഏൽപ്പിക്കാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചു പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതെല്ലാം ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് അവിടെ എത്തി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്മാർട്ട് ക്രിയേഷൻസ് പ്രതിനിധികളോട് ചോദിച്ചിരുന്നു, ആരാണ് ഈ കൽപേഷ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അതാരും ഏതാണ് ആ വ്യക്തി എന്നുള്ള സമയത്ത് ഞങ്ങൾക്കറിയില്ല. കാരണം ഇവിടെ എത്തിച്ച ഒരു സാധനം അത് എത്തിച്ച ആള് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് വരും, അത് കൊടുത്തു വിടാൻ പറഞ്ഞു. അത്ര ഒരു വിവരങ്ങൾ മാത്രമേ തങ്ങൾക്ക് ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആ ഒരു വിവരം മാത്രമാണ് കൽപേഷിനെ കുറിച്ച് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അറിയേണ്ടതെന്ന് പറയുന്നത്, ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വരുന്ന പല കാര്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. കാരണം ഇത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ട ഈ പാളികൾ അതാദ്യം കൊണ്ടുപോകുന്നത് ബംഗളൂരുവിലേക്കാണ്. ബംഗളൂരുവിലേക്ക് ഒരു അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആളാണ് കൊണ്ടുപോകുന്നത്. അയാൾ അവിടെ കൊണ്ടുപോയതിനു ശേഷം അത് പിന്നീട് ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈദരാബാദിൽ വെച്ചൊരു നാഗേഷ് എന്ന് പറയുന്ന ആൾ, അയാൾ ഈ സ്വർണ്ണ പണികളൊക്കെ ചെയ്യുന്ന ഒരു കടയുടെ ഉടമയാണ്. ആ നാഗേഷിന്റെ അടുത്തേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അവിടെ 39 ദിവസമാണ് ഈ പാളികൾ വെച്ചിരിക്കുന്നത്. അവിടെ വെച്ച് ഈ പാളികൾ മാറ്റിയോ എന്ന് സംശയം ബലപ്പെടുത്തുന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പാളി മാറ്റിയതിന് ശേഷം മറ്റൊരു പാളി ഉണ്ടാക്കി ആ പാളി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവിടെ വെച്ച് ഇത് സ്വർണ്ണം പൂശി എന്നൊരു സംശയവും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യലിലൂടെയാണ്. എന്തായാലും അത് അത്തരത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്ന, അല്ലെങ്കിൽ അത് പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ചോദ്യാവലി തന്നെ തയ്യാറാക്കിയാണ് ഈ SIT ടൈം അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിലൂടെ ഇന്ന് തന്നെ അറസ്റ്റ് എന്നൊരു കാര്യത്തിലേക്ക് ഇതുവരെ നമുക്ക് ഒരു വിവരങ്ങളോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ ടീം മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇന്ന് ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കാം. അതിനുശേഷം തുടർ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തുകയും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടാകുന്നത്. എന്തായാലും പ്രാഥമിക നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്. ഇതിനുശേഷം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യും. അതിനുശേഷം അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെയും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതിന് മുകളിലേക്ക് എത്രത്തോളം പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇതിൽ മന്ത്രിമാർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതിന് സാധൂകരിക്കുന്ന മറ്റു തെളിവുകൾ കിട്ടുകയാണെങ്കിൽ അവിടെയും മൊഴി രേഖപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം കണ്ട ഒരു രാഷ്ട്രീയ ചലനം പോലെ ആയിരിക്കില്ല. അത് കേരള രാഷ്ട്രീയത്തിൽ അത് വലിയ ചലനങ്ങൾക്കും വലിയ പ്രതിഷേധങ്ങൾക്കും ഒക്കെ സാക്ഷിയായി മാറും. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമോ, അതിലേക്കുള്ള തെളിവുകൾ ഉണ്ടാകുമോ, അത്തരം കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണത്തിലൂടെയും ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി സിജോ, സനു പോയപ്പോൾ സിജോ സൂചിപ്പിച്ചതുപോലെ ഈ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ 2 കേസുകളാണ് SIT രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിലൊന്നിൽ മാത്രമാണ് ദേവസ്വത്തിനെ പ്രതിയാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് പേരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു, നിരവധി ആളുകളെ, ഇയാളുടെ കൂട്ടാളികളെ, അതിനുശേഷം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഏത് തലത്തിലേക്കൊക്കെ പോകുമെന്നൊക്കെ കണ്ടറിയണം. മറ്റൊന്ന് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണമാണ്. അദ്ദേഹം ഇപ്പോഴും വ്യക്തമായ ഒരു പ്രതികരണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണം ഇനി ഏതൊക്കെ തലത്തിലേക്ക് കടക്കും എന്ന് തന്നെയാണ് അറിയേണ്ടത്. അമൃത, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുമ്പോഴേ ഒരു കാര്യം മനസ്സിലാവൂ. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ വലിയ മീൻ അതോ ചെറിയ മീൻ എന്നുള്ള കാര്യം. കാരണം നിലവിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ച് തന്നെയുള്ള അന്വേഷണമാണ് പ്രധാനമായിട്ടും പ്രത്യേക അന്വേഷണ സംഘവും നടത്തുന്നത്. അതിന് കാരണം വർഷങ്ങളായിട്ട് ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ ഈ ശബരിമലയിൽ നിന്ന് കിട്ടിയ ബന്ധം തന്നെയാണ്
ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്തരത്തിൽ അവിടുത്തെ സ്പോൺസറാക്കി മാറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ തെളിവുകളൊക്കെ തന്നെ ലഭ്യമായതുമാണ്. കാരണം അങ്ങനെയാണ് ഈ ശബരിമലയിൽ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ ആദ്യമായിട്ട് ഈ ബോർഡിനെ സമീപിക്കുകയും ഈ പറയുന്ന കാര്യങ്ങളിൽ സ്വർണം പൂശാൻ വേണ്ടി താൻ സന്നദ്ധനാണ് എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിക്കുകയും അങ്ങനെ അത്തരത്തിൽ ഓരോ സാധനങ്ങളായിട്ട് ഈ പറയുന്ന പോലെ ഈ സ്വർണം പൂശി നൽകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം വിശ്വാസ്യത നേടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഈ ഇപ്പോൾ കണ്ടെത്തിയത് പ്രകാരമുള്ള കാര്യം, അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ദേവസ്വം വിജിലൻസ് അടക്കം ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കിയാണ്. ഒന്നുകിൽ ഈ പറയുന്ന പഴയ ഈ പാളികളെല്ലാം തന്നെ കൊണ്ടുപോയി ഉരുക്കി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന പഴയ ഈ സ്വർണ്ണ പാളി അതെല്ലാം തന്നെ മറച്ചു വിറ്റിട്ടുണ്ടോ എന്നുള്ള സംശയം. അങ്ങനെ രണ്ട് സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും മുമ്പോട്ട് പോകുന്നത്. നേരത്തെ സിജോ പറഞ്ഞതുപോലെ ഈ പറയുന്ന വസ്തുക്കൾ ഒരുപക്ഷേ ഈ പൗരാണിക മൂല്യമുള്ള വസ്തുക്കൾ അത് ആർക്കെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഈ പുതിയ പാളികൾ തയ്യാറാക്കിയിട്ട് അതിൽ പിന്നീട് ഇവിടെ നിന്നെങ്കിലും കിട്ടിയ സ്വർണ്ണമാണോ പൂശിയത്, അതല്ലെങ്കിൽ ഈ പറയുന്ന പൗരാണിക മൂല്യമുള്ള പഴയ വസ്തുക്കൾ അതിൽ നിന്ന് സ്വർണം വേർതിരിച്ച് അതിൽ നിന്ന് ലഭിച്ച സ്വർണം ഉപയോഗിച്ച് ഈ ബാക്കി പറയുന്ന സ്വർണം മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതിൽ ഈ ഒരുപക്ഷേ സ്വർണം തന്റെ പക്കലുണ്ട് എന്നുള്ള കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ തെളിവായിട്ട് ദേവസ്വം ബോർഡിനോട് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് എൻ വാസു ദേവസ്വം കമ്മീഷണറായ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഒരു ഇമെയിൽ അദ്ദേഹത്തിന് അയക്കുകയും കുറച്ച് സ്വർണം ബാക്കി വന്ന സ്വർണം തന്റെ പക്കലുണ്ട്, അത് മറ്റൊരു പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്നുള്ള കാര്യം. അപ്പൊ അങ്ങനെ തെളിവുകളൊക്കെ തന്നെ മുമ്പിലുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് അഴിച്ചഴിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളിലേക്ക് എത്തുക, അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്ത ശേഷം തന്നെയായിരിക്കും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനും മനസ്സിലാവുക.